ഈ ബംഗ്ലാദേശിൽ ഇസ്കോണിനെ തകർക്കുക എന്ന ലക്ഷ്യം വെച്ചാണ് അവിടുത്തെ സർക്കാർ മുന്നോട്ട് നീങ്ങുന്നത്. അതിന്റെ ഭാഗമായി തന്നെ അവിടുത്തെ സന്യാസി അറസ്റ്റ് ചെയ്തിരുന്നു. അദ്ദേഹം ഇപ്പോൾ 1 മാസത്തിലധികമായി അവിടെ ജയിലിൽ അടയ്ക്കപ്പെട്ടിരിക്കുകയാണ്. പലതവണ ഈ ജാമ്യ അപേക്ഷ നൽകുമ്പോൾ അത് തള്ളുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിന് പിന്നിലുള്ള സർക്കാരാണ്. കാരണം സർക്കാർ ഇതിനെതിരെ റിപ്പോർട്ട് നൽകുകയാണ്. ഇസ്കോണിനെ നിരോധിക്കണമെന്ന് ആവശ്യപ്പെട്ടു വരെ അവിടെ ഒരു റിപ്പോർട്ട് നൽകുന്നു. അതോടൊപ്പം തന്നെ ഈ സന്യാസിയുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തെ ക്രൂരമായി പീഡിപ്പിക്കുന്നു, കാരണം ചികിത്സ നൽകുന്നില്ല എന്ന ആരോപണങ്ങളും ചില റിപ്പോർട്ടുകളും മാധ്യമ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് ചില വാർത്തകളെല്ലാം പുറത്തു വരുന്നുണ്ട്. എന്തായാലും സന്യാസിയുടെ ഇപ്പോഴുള്ള സ്ഥിതി എന്താണ്? ഇപ്പോൾ അദ്ദേഹത്തിന്റെ സ്ഥിതി എന്ന് പറയുന്ന ആരോഗ്യസ്ഥിതി വളരെ വഷളായി കൊണ്ടിരിക്കുകയാണ്. കാരണം അദ്ദേഹത്തിന് ആസ്മ പ്രമേഹം പോലെയുള്ള അസുഖബാധിതനാണ് ഈ ചിന്മയ് കൃഷ്ണദാസ്. അതായത് ഇപ്പോൾ അറസ്റ്റിലായി തടവിൽ കഴിയുന്ന പുരോഹിതനായ ചിന്മയ് കൃഷ്ണദാസ്. അപ്പോൾ അദ്ദേഹത്തിന്റെ ആരോഗ്യനില ദിവസം തോറും വഷളായി കൊണ്ടിരിക്കുകയാണ്. നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അതായത് അദ്ദേഹത്തിന് 2 തവണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടും അദ്ദേഹത്തിന് മതിയായ ചികിത്സ നൽകിയിട്ടില്ല. കാരണം അദ്ദേഹത്തിന് മതിയായ ചികിത്സ സർക്കാർ അനുവദിക്കുന്നില്ല. ഇപ്പോൾ ബംഗ്ലാദേശിന്റെ കാര്യം, അതായത് ലോകരാജ്യങ്ങളെല്ലാം ഉറ്റുനോക്കുന്ന രാജ്യം തന്നെയാണ് ബംഗ്ലാദേശ്. കാരണം മറ്റു രാജ്യങ്ങളുടെ ഒരു പിന്തുണ അല്ലെങ്കിൽ വലിയധികം പ്രോത്സാഹനമില്ലാതെ ബംഗ്ലാദേശിൽ അതിൻ്റെ അകത്ത് തന്നെ സർക്കാരിന്റെ പിന്തുണയോടെ ഒരു കലാപം പൊട്ടിപ്പുറപ്പെടുകയാണ്. അതായത് ഹിന്ദു ന്യൂനപക്ഷങ്ങളെ മനഃപൂർവ്വം അല്ലെങ്കിൽ ഒരു വൈരാഗ്യമായിട്ട് ബോധ്യപൂർവമായിട്ടും ഹിന്ദു ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്നു. അവരിൽ ഒരുപാട് പേരെ അറസ്റ്റ് ചെയ്യുന്നു, ഒരുപാട് പേരെ കൊലപ്പെടുത്തുന്നു, അല്ലെങ്കിൽ ഒരുപാട് പേർക്ക് പരിക്കേൽക്കുന്നു. അങ്ങനെ സർക്കാരിന്റെ പിന്തുണയോടെ നടന്ന ഒരു ആഭ്യന്തര കലാപമാണ് ബംഗ്ലാദേശ്. മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച്, അതായത് നമ്മളിപ്പോൾ പലസ്തീൻ ഇസ്രായേൽ എടുത്താലും റഷ്യ ഉക്രൈൻ എടുത്താലും അവർ 2 രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധമാണ്. പക്ഷെ ബംഗ്ലാദേശിന്റെ കാര്യത്തിലാണെങ്കിൽ ബംഗ്ലാദേശിനകത്തുണ്ടാകുന്ന ഒരു കലാപമാണ്, അല്ലെങ്കിൽ ബംഗ്ലാദേശിൽ സർക്കാരിന്റെ പിന്തുണയോടെ ഉണ്ടാകുന്ന ഒരു കലാപമാണ്. അതായത് ബംഗ്ലാദേശിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഒരു സർക്കാർ പിന്തുണയോട് കൂടിയാണ് അവിടെ കലാപം പൊട്ടിപ്പുറപ്പെടുന്നത്. അതായത് ഇപ്പോഴും നോബൽ സമ്മാനം ജേതാവായിട്ടുള്ള മുഹമ്മദ് യൂനിസിന്റെ കാവൽ സർക്കാരാണ് ബംഗ്ലാദേശിൽ അധികാരം ഏറ്റിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന്റെ പിന്തുണയോടെ കൂടിയുള്ള ഒരു ആഭ്യന്തര കലാപമാണ് ഇപ്പോൾ ബംഗ്ലാദേശ് പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നത്. കലാപം എന്ന് പറയുന്നത് 2 രാജ്യങ്ങൾ തമ്മിലാണെങ്കിലും അത് ഇരു രാജ്യങ്ങളുടെയും അല്ലെങ്കിൽ സ്ഥിരതയെയാണ് വളരെയധികം മോശമായി ബാധിക്കുന്നത്. അവരുടെ വ്യവസായ മേഖലയിലാണെങ്കിലും പ്രതിരോധ മേഖലയിലാണെങ്കിലും സാമ്പത്തിക മേഖലയിലാണെങ്കിലും ഒരുപാടായി ബാധിക്കുന്ന ഒന്ന് തന്നെയാണ് ഈ കലാപം അല്ലെങ്കിൽ യുദ്ധങ്ങൾ എന്ന് പറയുന്നത്. പിന്നീട് മനുഷ്യന്മാർ തമ്മിലുള്ളതാണെങ്കിൽ പറയണ്ടല്ലോ, അവിടെ പിന്നീട് കൊലയായി പല രീതിയിൽ, അല്ലെങ്കിൽ ഒരു കലാപം എന്ന് പറയുന്നത് പല രീതിയിലും പൊട്ടിപ്പുറപ്പെടുന്ന ഒരു സാഹചര്യമാണ് എപ്പോഴും കാണാറുള്ളത്. അതായത് ഇന്ത്യയിൽ തന്നെ നമ്മൾ നോക്കിയാൽ പല കലാപങ്ങളും പൊട്ടിപ്പുറപ്പെടുന്നത്. ഡൽഹി കലാപം അതിനൊരു ഉദാഹരണമാണ്. ഗുജറാത്ത് കലാപം ഇപ്പോഴും അണയാതെ ആളിക്കത്തിക്കൊണ്ടിരിക്കുന്ന മണിപ്പൂർ കലാപം, അങ്ങനെ ഒരുപാട് കലാപങ്ങളുണ്ട്. അപ്പോൾ ഒരു രാജ്യത്തിനെ തന്നെ തകർക്കാൻ ശേഷിയുള്ളതാണ് അതിനകത്തുണ്ടാകുന്ന കലാപം. ഇവിടെയാണെങ്കിൽ ചിന്മയ് കൃഷ്ണദാസ് അദ്ദേഹം ഒരു തെറ്റും ചെയ്യാതെയാണ് അദ്ദേഹം ഇപ്പോഴും അതായത് ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരു സാധാരണക്കാരൻ, അതായത് അദ്ദേഹം ഒരു സാധാരണക്കാരനാണ്. അദ്ദേഹം ഒരു ഹിന്ദു സന്യാസിയാണ്. പിന്നീട് ഇസ്കോണിന്റെ മുൻ പ്രസിഡന്റ് ആയിരുന്നു അദ്ദേഹം. അപ്പോൾ അദ്ദേഹം ഇവിടെ അതായത് ഒരു സമ്മേളനത്തിൽ വെച്ച് ബംഗ്ലാദേശിന്റെ പതാകയ്ക്ക് മുമ്പാകെ ഒരു കാവിക്കൊടി കെട്ടി എന്ന് ആരോപിച്ചാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തത്. അതിന് ഒരു അറസ്റ്റ് അത് ന്യായം തന്നെയാണ്. കാരണം രാജ്യത്തിന്റെ പതാകയ്ക്ക് മുമ്പാകെ അല്ലെങ്കിൽ പതാകയുടെ മുകളിൽ മറ്റൊരു പതാകയും കെട്ടരുത് എന്നുള്ളൊരു നിയമമാണ്. പക്ഷേ ഇവിടെ നോക്കേണ്ടത് അദ്ദേഹത്തിന് രാജ്യകുറ്റം ചുമത്തി അല്ലെങ്കിൽ രാജ്യദ്രോഹം എന്ന കുറ്റം ചുമത്തിയാണ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ആ രാജ്യദ്രോഹ കുറ്റം അവിടെ യാതൊരു ആവശ്യവും ഇല്ലാതെയാണ് മുഹമ്മദ് യൂനിസ് സർക്കാർ അദ്ദേഹത്തിന്റെ മുകളിൽ ചാർത്തി കൊടുത്തിരിക്കുന്നത്. പിന്നീട് അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്നറിയാം. എന്നിട്ട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നിട്ട് കൂടി അദ്ദേഹത്തിനെ വീണ്ടും തടവിൽ പാർപ്പിച്ചിരിക്കുകയാണ്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ പല ആരോഗ്യ പ്രശ്നങ്ങളും, അതായത് 2 തവണ അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്നറിയുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി എത്രത്തോളം മോശമായി അല്ലെങ്കിൽ എത്രത്തോളം വഷളായി എന്ന് നമുക്ക് നോക്കേണ്ടതേ ഉള്ളൂ. ഇപ്പോൾ പറയുന്നത് അദ്ദേഹത്തിന്റെ ജാമ്യ ഹർജി ബംഗ്ലാദേശ് ഹൈക്കോടതി വീണ്ടും തള്ളി. ഇതൊരു പുതുമയുള്ള കാര്യമല്ല. കാരണം അദ്ദേഹം നേരത്തെയും ജാമ്യ ഹർജി നൽകിയിരുന്നു. വീണ്ടും ബംഗ്ലാദേശ്, അതായത് ഈ കോടതി തള്ളുക തന്നെയായിരുന്നു. കാരണം സർക്കാർ ഇദ്ദേഹത്തിനെതിരെ ആയിട്ടുള്ള റിപ്പോർട്ടുകളാണ് സമർപ്പിച്ചിട്ടുള്ളത്. കാരണം ഇദ്ദേഹം കലാപത്തിന് ആഹ്വാനം ചെയ്യുന്നു, അല്ലെങ്കിൽ ഹിന്ദു ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുകയാണല്ലോ ഇപ്പോൾ മുഹമ്മദ് യൂനിസ് സർക്കാരിന്റെ ഒരു അജണ്ട എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു അജണ്ടയുടെ ഭാഗമായിട്ട് തന്നെ അദ്ദേഹത്തിനെതിരായിട്ടുള്ള, അല്ലെങ്കിൽ അദ്ദേഹം വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തുകയാണ് എന്ന് പറഞ്ഞുള്ള അദ്ദേഹത്തിന്റെ ജാമ്യ ഹർജി റദ്ദാക്കാനുള്ള ഒരു
റദ്ദാക്കാൻ എല്ലാ വഴികളും തെളിഞ്ഞൊരു റിപ്പോർട്ടാണ് സർക്കാർ കോടതിയെ സമീപിക്കുന്നത്. പിന്നെ കോടതിയുടെ ഇത് നോക്കിയാൽ കോടതിക്ക് ഉറപ്പായിട്ടും സർക്കാരിന്റെ കൂടെ നിൽക്കാൻ സാധിക്കുകയുള്ളൂ. കോടതി എന്തായാലും ജാമ്യം നിഷേധിക്കുക തന്നെ ചെയ്യും. ഇപ്പോൾ ഇദ്ദേഹത്തിന്റെ 3ാം തവണയാണ് അദ്ദേഹത്തിന്റെ ഹർജി തള്ളുന്നത്. അതായത് അപൂർവ കുമാർ ഭട്ടാചാര്യയുടെ നേതൃത്വത്തിൽ 11 പേരടങ്ങുന്ന സുപ്രീം കോടതി അഭിഭാഷക സംഘമാണ് ഇദ്ദേഹത്തിന് വേണ്ടി ഹാജരായത്. എന്നിട്ട് കൂടി ഇദ്ദേഹത്തിന് ജാമ്യം നിഷേധിക്കുകയായിരുന്നു. വാദം കേട്ട സെഷൻസ് ജഡ്ജി മുഹമ്മദ് സെയ്ഫുൽ ഇസ്ലാം ആണ് ജാമ്യാപേക്ഷ തള്ളിയത്. ഇപ്പോൾ അദ്ദേഹം 39 ദിവസമായി അദ്ദേഹം തടവിലാണ്. കനത്ത സുരക്ഷയിലാണ് അദ്ദേഹത്തെ കോടതിയിൽ ഹാജരാക്കിയത്. എന്നാലും അദ്ദേഹത്തിന്റെ ഈ ജാമ്യ ഹർജി ഇത്രത്തോളം ഒരു മനുഷ്യനെ ഇത്രത്തോളം എന്തിനാണ് ക്രൂരമായി തടവിൽ പാർപ്പിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി ഇത്രയും വഷളായിട്ട് കൂടി അദ്ദേഹത്തിന് നമുക്ക് ഒരു മനുഷ്യന് ചികിത്സ ലഭ്യമാക്കണം. അത് ഒരു സർക്കാരിനോ അല്ലെങ്കിൽ ഒരു മനുഷ്യനോ അല്ലെങ്കിൽ അത് തടയാനുള്ള യാതൊരു സ്വാതന്ത്ര്യമില്ല. അത് ഒരു പൗരന്റെ അവകാശമാണ്. പക്ഷെ അദ്ദേഹത്തിന് ഇവിടെ സ്വന്തം അല്ലെങ്കിൽ ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ള ചികിത്സയാണ് മുഹമ്മദ് യൂനിസ് സർക്കാർ നിഷേധിക്കുന്നത്. ഇതിലൂടെ എന്തായാലും ഹിന്ദു ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുക എന്നുള്ളൊരു അജണ്ട തന്നെയാണ് ഇദ്ദേഹത്തിന്റെ 3ാം തവണയാണ് ഇവിടെ ജാമ്യ ഹർജി നിഷേധിച്ചത് എന്ന് പറയുന്നുണ്ട്. ഈ 3ാം തവണ ജാമ്യ ഹർജി നിഷേധിക്കുമ്പോൾ അവിടെ തന്നെ ഒരു തന്ത്രപൂർവമായിട്ടുള്ള നീക്കമാണ്. കാരണം അദ്ദേഹത്തിനെ തടവിൽ അടച്ചുകൊണ്ട് കൊല്ലാനുള്ളൊരു ശ്രമമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇവിടെ തന്നെ നോക്കൽ അരവിന്ദ് കെജ്രിവാൾ മദ്യനയ അഴിമതി കേസിൽ അറസ്റ്റിലായി അദ്ദേഹത്തിന് ഒരുപാട് തവണ അദ്ദേഹം ജാമ്യ ഹർജി നൽകുന്നു, തള്ളുന്നു, ജാമ്യ ഹർജി നൽകുന്നു, തള്ളുന്നു, അങ്ങനെ ഒരു പ്രോസസ്സായിരുന്നു. അരവിന്ദ് കെജ്രിവാളിന്റെ കാര്യം എടുത്താൽ പിന്നീടാണ് അദ്ദേഹം ജയിൽ മോചിതനായത്. പിന്നീട് ഇപ്പോഴത്തെ ഡൽഹി മുഖ്യമന്ത്രി അതിഷി അവർ പറഞ്ഞിരുന്നു, അതായത് അല്ല, അതൊരു ജനാധിപത്യ രാജ്യം ഒരു മതരാഷ്ട്ര തമ്മിൽ വ്യത്യാസമുണ്ടല്ലോ. ഇത് ഇവിടത്തെ കോടതികൾ മതത്തിന് കീഴിലല്ലോ. അത് തെളിവുകൾ മതത്തിന് കീഴിലല്ല എങ്കിലും അന്ന് അവർ ഉന്നയിച്ചിരുന്നു, അതായത് കെജ്രിവാളിനെ ചിലപ്പോൾ ജയിലിൽ വെച്ച് കൊല്ലാനുള്ള ശ്രമം നടക്കുമെന്ന് പറഞ്ഞിരുന്നു. രാഷ്ട്രീയപരമായിട്ടാണ്. ഇന്ത്യയിൽ ഇത്രയും മുക്കില് രാഷ്ട്രീയ പാർട്ടികളുണ്ട്, അവർക്ക് നേതാക്കളുണ്ട്. അതോടൊപ്പം തന്നെ ഏറ്റവും മറ്റൊരു പ്രധാനപ്പെട്ട രസകരമായ കാര്യം, ഈ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ പഞ്ചാബിൽ ഖാലിസ്ഥാൻ ഭീകരപ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു ഖാലിസ്ഥാൻ ഭീകരൻ തന്നെ ഈ MP ആയി വിജയിച്ചു കയറുന്നൊരവസ്ഥയുണ്ട്. അതോടൊപ്പം തന്നെ മറ്റൊരു MP യും ജമ്മു കാശ്മീറുമായി ബന്ധപ്പെട്ട് ഭീകരവാദ പ്രവർത്തനങ്ങളിൽ പങ്കാളിയായ എഞ്ചിനീയർ റഷീദ്. അങ്ങനെ ഈ ഇന്ത്യയിലാണെങ്കിൽ കോടതികൾ അങ്ങനെ അനുകൂലമാണ്. കാരണം എവിടെയാണ് മനുഷ്യാവകാശത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന രാജ്യമാണ് ഇന്ത്യ. അപ്പോൾ ഇന്ത്യയും ബംഗ്ലാദേശും കൂടെ താരതമ്യം ചെയ്യുന്നത് എങ്ങനെയാണത്? ഇന്ത്യയും ബംഗ്ലാദേശും താരതമ്യം ചെയ്യുന്നതല്ല, പക്ഷേ ഇന്ത്യയിൽ ഒരു മുഖ്യമന്ത്രിക്ക് സംഭവിച്ച കാര്യമാണ് ഞാൻ പറഞ്ഞത്. മുഖ്യമന്ത്രി അഴിമതി കേസുമായി അതെ, അഴിമതി കേസിൽ അറസ്റ്റിലായിരുന്നു. പിന്നീട് അല്ല, അത് ജനങ്ങൾ തന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ആ ജനങ്ങൾ തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ഡൽഹിയിലെ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി ഉണ്ടാകുന്നു. പിന്നീട് ആ പാർട്ടിക്ക് കെജ്രിവാളിന് തന്നെ ബോധ്യമായിരുന്നു തനിക്കെതിരെയുള്ള ഈ കേസുകൾ ജനം വിശ്വസിച്ച്. അതുകൊണ്ടാണല്ലോ അദ്ദേഹം ആ മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച് ഇപ്പോൾ മാറി നിൽക്കുന്നത്. അതെ, പക്ഷെ അദ്ദേഹം ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അദ്ദേഹത്തിന് കുറച്ചും കൂടെ പിന്തുണ കൂടിയല്ല, അതായത് നമ്മുടെ പിന്തുണ കൂടി 2 തവണ പരാജയപ്പെട്ടു. ജനങ്ങൾ ഒരുപാട് അദ്ദേഹത്തിന് പിന്തുണ നൽകിയായിരുന്നു. അതിന്റെ വീഡിയോകളൊക്കെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞത് ഒരു മുഖ്യമന്ത്രിക്ക് സംഭവിച്ചത്, അതായത് ഒരിക്കലും ഇന്ത്യനും ബംഗ്ലാദേശിനും തമ്മിൽ താരതമ്യം ചെയ്തതല്ല. പക്ഷെ ഇവിടെയാണെങ്കിൽ ഒരു മുഖ്യമന്ത്രിക്കെതിരെ ജയിലിൽ ഒരു കൊലപാതക ശ്രമം നടക്കുമെന്ന് ആ പാർട്ടിയിലുള്ള ഒരാൾ തന്നെയാണ് ഉന്നയിച്ചത്. അത് വെച്ചാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. കാരണം ഇദ്ദേഹം ഒരു തെറ്റും ചെയ്തിട്ടില്ല. അപ്പോൾ ഒരു തെറ്റും ചെയ്യാത്ത ഈ മനുഷ്യനെയാണ് അദ്ദേഹം ഒരു തടവ് ശിക്ഷ, അതായത് ഇത്രയും ദിവസമായി അദ്ദേഹം തടവ് ശിക്ഷ അനുഭവിക്കുന്നു. അദ്ദേഹത്തിന്റെ ആരോഗ്യനില ദിവസങ്ങളോളം, അതായത് ദിവസം തോറും വഷളായി കൊണ്ടിരിക്കുന്നു. എന്നിട്ടും അദ്ദേഹത്തിന് മതിയായ ചികിത്സ ലഭിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ ജാമ്യ ഹർജി തുടർച്ചയായി തള്ളിക്കൊണ്ടിരിക്കുന്നു. ഉറപ്പായിട്ടും ഇത് അദ്ദേഹത്തിന് അല്ലെങ്കിൽ ജയിലിൽ വെച്ച് തന്നെ അദ്ദേഹത്തിനെ ഒന്നെങ്കിൽ കൊല്ലാനുള്ള ശ്രമമോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് മതിയായ ചികിത്സ നിഷേധിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ തടവിൽ തന്നെ പാർപ്പിക്കാമെന്നുള്ള മുഹമ്മദ് യൂനിസ് സർക്കാരിന്റെ അജണ്ട തന്നെയാണ് എന്നാണ് ഇതിൽ ഞാൻ പറയുന്നത്.